വനിതാ കോൺഗ്രസ് പ്രവർത്തകയ്ക്കെതിരെ കോൺഗ്രസ് നേതാവ് ലൈംഗികാതിക്രമം നടത്തിയ കേസിൽ പരാതിക്കാരി KPCC പ്രസിഡന്റിന് അയച്ച കത്തിന്റെ പകർപ്പ് പുറത്ത്. 16-ാം തീയതി സണ്ണി ജോസഫിന് അയച്ച കത്തിന്റെ പകർപ്പാണ് പരാതിക്കാരി പുറത്തുവിട്ടത്. കത്ത് ലഭിച്ചിട്ടും CH സാദത്തിനെതിരെ നടപടിയെടുത്തിരുന്നില്ല. എന്നാൽ യുവതി നൽകിയ പരാതിയിൽ 25-ന് പോലീസ് കേസെടുത്തതോടുകൂടിയാണ് സാദത്തിനെതിരെ നടപടിയെടുക്കേണ്ടി വന്നത്. വിവരങ്ങളുമായി സാനു കെ സജീവ് ചേരുന്നുണ്ട്. സാനു, ആദ്യം പാർട്ടിയിൽ തന്നെ പരാതി നൽകുന്നു. കൃത്യമായ ഒരു നടപടി ഉണ്ടാകാതായതോടുകൂടിയാണ് പോലീസിൽ പരാതിയുമായി എത്തുന്നത്. ഇതോടുകൂടിയാണ് എന്തെങ്കിലും ഒരു നടപടിയെടുക്കാൻ ഇവർ തയ്യാറായത്. പറയൂ സാനു. രാഖി, അത് തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. കോൺഗ്രസിന്റെ പുതുക്കാട് മണ്ഡലം ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള CS സാദത്തിനെതിരെയാണ് വനിതാ കോൺഗ്രസ് പ്രവർത്തകരുടെ പരാതി ഉണ്ടായിരിക്കുന്നത്. അതായത് കടമായിട്ട് വാങ്ങിയ 10,000 രൂപ തിരികെ നൽകാൻ വേണ്ടി എത്തിയപ്പോൾ തനിക്കെതിരെ ലൈംഗികാതിക്രമം നടത്തിയെന്നായിരുന്നു കോൺഗ്രസ് പ്രവർത്തകയായിട്ടുള്ള യുവതിയുടെ പരാതി. ഇതുമായി ബന്ധപ്പെട്ട് KPCC അധ്യക്ഷനടക്കം യുവതി പരാതി നൽകിയിട്ടും നടപടി ഉണ്ടാകാതെ വന്നതോടുകൂടി അവസാന ഗത്യന്തരമില്ലാതെയാണ് ഈ യുവതി പോലീസിനെ സമീപിക്കുന്നത്. തുടർന്ന് 16-ാം തീയതിയാണ് KPCC അധ്യക്ഷനായിട്ടുള്ള സണ്ണി ജോസഫിന് കത്തയക്കുന്നത്. തുടർന്ന് അതിൽ നടപടി ഉണ്ടാവാതെ വന്നതോടുകൂടി 25-ാം തീയതി കഴിഞ്ഞ 25-ന് യുവതി പോലീസിൽ പരാതി നൽകുന്നു. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കേസെടുത്തതോടുകൂടിയാണ് ഏതെങ്കിലും തരത്തിലൊരു നടപടി പേരിനെങ്കിലും സ്വീകരിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറിയത്. ആ സമയത്താണ് സാദത്തിനെ കോൺഗ്രസിൽ നിന്നും പാർട്ടിയിൽ നിന്നും പുറത്താക്കുന്ന ഒരു നടപടി സ്വീകരിക്കുന്നത്. എന്തായാലും ഈ യുവതിയുടെ പ്രധാന ആരോപണം ഇപ്പോഴും ഇയാൾക്കെതിരെ കൃത്യമായിട്ടുള്ള നടപടി സ്വീകരിക്കുന്ന കാര്യത്തിൽ കോൺഗ്രസ് നേതൃത്വത്തിന് വലിയ വീഴ്ച സംഭവിച്ചു എന്ന് തന്നെയാണ് യുവതി വ്യക്തമാക്കുന്നത്. കാരണം തന്റെ പരാതി കിട്ടിയിട്ട് അത് എന്തിന്റെ പേരിൽ നൽകിയ പരാതിയാണെന്ന് പോലും തിരികെ തന്നോട് ചോദിക്കാനോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ അന്വേഷിക്കാനോ KPCC നേതൃത്വം ഒപ്പം തന്നെ ജില്ലയിലെ DCC നേതൃത്വമോ ഇതുവരെ തയ്യാറായിട്ടില്ല എന്ന് തന്നെയാണ് യുവതി വ്യക്തമാക്കുന്നത്. കാരണം അതിൽ ഇയാളെ, അതായത് സാദത്തിനെ സംരക്ഷിക്കുന്ന നിലപാടാണ് കോൺഗ്രസിന്റെ സംസ്ഥാന നേതൃത്വം മുതൽ DCC ബ്ലോക്ക് തലത്തിലുള്ള നേതാക്കളും കൈക്കൊള്ളുന്നതാണ് യുവതിയുടെ പ്രധാന ആരോപണം. എന്തായാലും പരാതി നൽകി ഈ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കി എന്ന് പറയുന്ന രീതിയിൽ നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് ഒരു ഇടപെടൽ ഉണ്ടായിട്ടുള്ളത്. എന്തായാലും കോൺഗ്രസ് പ്രവർത്തകയായിട്ടുള്ള തനിക്ക് ഈ ഇത്തരം ഒരു ദുരനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ളവർക്കൊക്കെ സമാന നിലയിൽ അനുഭവം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നും ഒപ്പം തന്നെ അത്തരത്തിൽ അനുഭവം ഉണ്ടായാൽ തന്നെ നേതൃത്വത്തിനെ സമീപിച്ചാൽ അവർ ഒരു നടപടി സ്വീകരിക്കില്ല എന്ന് തന്നെയാണ് ഈ യുവതി വ്യക്തമാക്കിയിട്ടുള്ളത്. രാഖി. ശരി സാനു. വനിതാ കോൺഗ്രസ് പ്രവർത്തകയ്ക്കെതിരെ കോൺഗ്രസ് നേതാവ് ലൈംഗികാതിക്രമം നടത്തിയ കേസിൽ പരാതിക്കാരി KPCC പ്രസിഡന്റ് അയച്ച കത്താണ് ഇപ്പോൾ പുറത്തായിരിക്കുന്നത്. നേരത്തെ ഇത് സംബന്ധിച്ച് പാർട്ടിക്ക് തന്നെ പരാതി നൽകിയിരുന്നു. പക്ഷേ യാതൊരു നടപടിയും എടുത്തിരുന്നില്ല. പിന്നീട് അവർ പോലീസിൽ പരാതി നൽകുകയായിരുന്നു. പിന്നീടാണ് എന്തെങ്കിലും ഒരു നടപടിയിലേക്ക് കടന്നത്.